നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സെയിൽസ് പേഴ്സൺ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒന്നാമത്തേത് ആസ്ക് എന്ന് പറയുന്ന ഏരിയയാണ്. ആറ്റിറ്റ്യൂഡ്, സ്കിൽ, നോളേജ് എന്ന് പറയുന്ന ഏരിയ. അതായത് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടായിരിക്കണം, സെയിൽസിൻ്റെ സ്കിൽസ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം, പ്രൊഡക്റ്റ് നോളേജ് ഉൾപ്പെടെയുള്ള നോളേജുകൾ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ബാലൻസ് ആണ്. നമ്മളെന്ന് പറയുന്ന വ്യക്തി ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കണം. നമുക്ക് പലപ്പോഴും ഹോർമോണൽ ചേഞ്ച് കൊണ്ടോ അതല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ കൊണ്ടോ ഒക്കെ ഇമോഷൻസിൻ്റെ വയലേഷൻസ് ഉണ്ടാവാം. ഒരു സെയിൽസ് പേഴ്സൺ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇമോഷണൽ ബാലൻസോട് കൂടി എല്ലാ സമയങ്ങളിലും പെരുമാറുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രൂമിംഗ് ആണ്. ഗ്രൂമിങ്ങിന് പല മേഖലകളുണ്ട്. അതിൽ ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെതായിട്ടുള്ള ഗ്രൂമിംഗ് ആണ്. രണ്ടാമത്തേത് മനസ്സിൻ്റെതായിട്ടുള്ള ഗ്രൂമിംഗ് ആണ്. മറ്റൊന്ന് വാക്കുകളുടേതായിട്ടുള്ള ഗ്രൂമിംഗ് ആണ്. മറ്റൊന്ന് തീർച്ചയായിട്ടും പ്രവർത്തികളുടേതായിട്ടുള്ള ഗ്രൂമിംഗ് ആണ്. എന്താണ് ശരീരത്തിൻ്റെതായിട്ടുള്ള ഗ്രൂമിങ്? നമ്മളിടുന്ന ഡ്രസ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, നമ്മുടെ ഫേഷ്യൽ മേക്കപ്പ് ആയിക്കോട്ടെ, നമ്മുടെ ഷൂസ്, അതോടൊപ്പം തന്നെ ബെൽറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് ലേഡീസ് ആയിക്കോട്ടെ, ജെൻസ് ആയിക്കോട്ടെ, ശരീരത്തിൻ്റെ ഗ്രൂമിംഗ് എന്ന് പറയുന്നത് അത് അട്രാക്റ്റീവ് ആയിരിക്കണം. നമ്മൾ പ്രസൻറ്റബിൾ ആയിരിക്കണം. പ്രസൻറ്റബിൾ ആവാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. നമുക്കൊരു സെയിൽസ് ഭംഗിയായിട്ട് നടത്താൻ പറ്റത്തില്ല. കാരണം അവർ സാധനം മാത്രം വാങ്ങുന്നതിന് വേണ്ടിയല്ല കസ്റ്റമേഴ്സ് വരിക, മറിച്ച് നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റി കൂടി ഇതിൻ്റെ അകത്ത് ഭാഗമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രൂമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ചിന്തയിലെ ഗ്രൂമിങ്. ഒരു വ്യക്തി, ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ആ ക്ലയൻറ്റ് തീർച്ചയായിട്ടും സാധനം വാങ്ങും അല്ലെങ്കിൽ സർവീസ് സ്വീകരിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വിശ്വാസം. അതാണ് ശരിക്കും സെയിൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. മറ്റൊന്ന് വാക്കുകളുടെ ഗ്രൂമിങ്. നമ്മൾ എന്ത് പറഞ്ഞാലും ആ പറയുന്നതിന് ഒരു വൃത്തിയും മനയും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് പ്രശ്നം സൃഷ്ടിക്കും. നമ്മുടെ വാക്കുകൾ അത് സെയിൽസ് പേഴ്സൺ പ്രത്യേകിച്ച് ക്ഷമയോടുകൂടി കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് പറയുന്ന ഒരു അവസ്ഥയിൽ ആവണം ഉണ്ടാവേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവൃത്തികളിലെ ഗ്രൂമിംഗ് ആണ്. നമ്മളൊരു പ്രൊഡക്റ്റ് കാണിച്ചു കൊടുക്കുമ്പോഴായിക്കോട്ടെ, ഒരു സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴായിക്കോട്ടെ, നമ്മുടെ ബിഹേവിയേഴ്സ്, അതോടൊപ്പം തന്നെ ക്യാരക്ടേഴ്സ് ഒക്കെ അവർ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യും. ക്ലയൻസ് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയിലും ഒരു ഗ്രൂമിംഗ് ഉണ്ടാവണം. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നമുക്ക് പാലിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു നല്ല സെയിൽസ് പേഴ്സണായിട്ട് സക്സസ്ഫുൾ ആയിട്ട് മാറുവാൻ നിങ്ങൾക്ക് സാധിക്കും. താങ്ക് യു.